അപ്പം അടുത്ത പറയുന്നത് ഫൗണ്ടേഷൻ ഫോർ ബ്രിഡ്ജസ്. അപ്പം ഒരു ബ്രിഡ്ജസിന് നമ്മൾ അൾട്ടിമേറ്റായിട്ട് ബോട്ടത്തിൽ ഫൗണ്ടേഷൻ കൊടുക്കണം. അത് ലോഡ് ഇവൻലി സോയിലിലേക്ക് അല്ലെങ്കിൽ എർത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ എന്ത് ചെയ്യണം, ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് വെൽ ഫൗണ്ടേഷനും പിന്നെ പൈൽ ഫൗണ്ടേഷനുമാണ് എന്ത് ചെയ്യല് ബ്രിഡ്ജസിന് വേണ്ടിയിട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പം ആദ്യം പറയുന്നത് വെൽ ഫൗണ്ടേഷനാണ്. ഈ വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു വാട്ടർ ലെവലിൻ്റെ താഴോട്ട് നമ്മളെന്ത് ഡിഗ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യും, ഒരു കിണർ പോലെ കൺസ്ട്രക്ട് ചെയ്യും. ഏറ്റവും താഴെ കോൺക്രീറ്റിൻ്റെ ഒരു പ്ലഗ് ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ ഒരു സർക്കുലറായിട്ടുള്ളൊരു ഷേപ്പിലായിരിക്കും നമ്മൾ സാധാരണ വെൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുക. ഇവിടെ ഫിഗർ ഉണ്ട്, ഇവിടെ നോക്കുക. ഏറ്റവും താഴെ എന്തുണ്ട്, ഒരു ബോട്ടം പ്ലഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു RCCൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് മേലായിട്ട് ഇവിടെ സാൻഡ് ഫില്ല് ചെയ്യും നമ്മൾ. ഈ വെൽ സ്റ്റീനിങ് എന്ന് പറയുന്നത് ഈ സ്റ്റീനിങ് എന്ന് പറയുന്ന ഭാഗം ഇതിൻ്റെ വാളാണ്. വെൽ ഫൗണ്ടേഷൻ്റെ വാളിനെയാണ് സ്റ്റീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഏറ്റവും മേലെ ടോപ്പ് പ്ലഗ് ഇടും. ടോപ്പ് പ്ലഗിൻ്റെ മേലെ ഒരു RCC സ്ലാബ് ഇടും. ആ RCC സ്ലാബിൻ്റെ മേലേക്കാണ് പിന്നെ നമ്മൾ പിയർ ഉണ്ടാക്കുക. പിയർ അല്ലെങ്കിൽ അബട്ട്മെൻറ്റ് ഉണ്ടാക്കുക RCC സ്ലാബിൻ്റെ മേലേക്കാണ്. അപ്പം ഈ പറയുന്ന RCC സ്ലാബ് വരെ ഈ RCC സ്ലാബിൻ്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് റിവറിൻ്റെ ബോട്ടം ബെഡ് ലെവലായിരിക്കും. ഓക്കെ, RCC സ്ലാബിൻ്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് റിവറിൻ്റെ ബെഡിൻ്റെ ബോട്ടം ലെവലായിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ താഴോട്ടാണ് ഇത്രയും കാണുന്ന ഈ വെൽ ഫൗണ്ടേഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെ മേലോട്ടാണ് പിന്നെ എന്ത് ചെയ്യുക, പിയർ അല്ലെങ്കിൽ അബട്ട്മെൻറ്റ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പം സാധാരണ ചോദിക്കാറുണ്ട് വെൽ ഫൗണ്ടേഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. വെൽ ഫൗണ്ടേഷൻ്റെ കോമ്പണൻറ്റ് പാർട്സും ചോദിക്കാറുണ്ട്. അപ്പം വെൽ ഫൗണ്ടേഷൻ എന്താണെന്ന് എഴുതുക. പിന്നെ ഇതിൻ്റെ കൂടെ എഴുതാൻ പറ്റുന്ന വേറൊരു കാര്യം കൂടെയാണ്, പിന്നെ നമ്മൾ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ പല സ്ട്രക്ചേഴ്സും ഉണ്ടാക്കിയിരുന്നത് വെൽ ഫൗണ്ടേഷൻ എന്ന പിന്നെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ താജ്മഹലിൻ്റെ ഫൗണ്ടേഷനൊക്കെ എന്താണ്, വെൽ ഫൗണ്ടേഷനാണ്. മുഗൾ എംപയേഴ്സിൻ്റെ ഓരോ പിന്നെ മോണ്യുമെൻറ്റ്സ്, ഓരോ സ്മാരകങ്ങൾ കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ വെൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് പൈൽ ഫൗണ്ടേഷൻ. പൈൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലോഡ് എടുക്കുന്നത്. ഓക്കെ, കുറേ നമ്പർ ഓഫ് പൈൽസ് കൊടുക്കും. എന്നിട്ട് ആ പൈൽസിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടൊരു പൈൽ ക്യാപ്പ് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേലെയാണ് എന്ത് ചെയ്യുക, നമ്മൾ പിയർ ഉണ്ടാക്കുക. പിയർ അല്ലെങ്കിൽ കോളംസ് ഉണ്ടാക്കുക. ഈ കോളം എന്ന വാക്ക് നോക്കണ്ട, നമ്മൾ കോളംസ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ പൈൽ ഫൗണ്ടേഷൻ ഈസ് എ കൈൻഡ് ഓഫ് ഡീപ്പ് ഫൗണ്ടേഷൻ. ആക്ച്വലി സ്ലെൻഡർ കോളംസ് ഓർ ലോങ് സിലിണ്ടർ made of materials such as concrete or steel which are used to support the structure and transfer the load at a desired depth. അതായത് നമ്മളെ പൈല് എന്ത് ചെയ്യും, ഒരു ഡിസൈർഡ് ഡെപ്ത് വരെ, അതായത് എവിടെയാണോ ഹാർഡ് ലെവൽ കിട്ടുന്നത്, ഹാർഡ് റോക്ക് സ്ട്രാറ്റ കിട്ടുന്നത്, ആ ഒരു ലെവൽ വരെ നമ്മൾ എന്ത് ചെയ്യും, ഡിഗ് ചെയ്യും. എന്നിട്ട് അത്രയും ഡെപ്തിൽ നമ്മൾ പൈലിനെ ഡ്രിവൺ ചെയ്യും. അങ്ങനെ എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പൈൽസ് ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പൈൽ ക്യാപ്പ് കൊടുക്കും. ആ പൈൽ ക്യാപ്പിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പിയർ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എക്കണോമിക് സ്പാനാണ്. അപ്പോൾ എക്കണോമിക് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന പോലെ തന്നെ the cost of a bridge decreases with decreasing length of span, but after a certain value of the span the cost again increases. The span which the total cost minimum is known as economic span. അതായത് എക്കണോമിക് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒരു ബ്രിഡ്ജിൽ അതിൻ്റെ
ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെയുള്ള ആ ഒരു ലെങ്ത്തിനാണ് എന്ത് വിളിക്കുന്നത്, സ്പാൻ എന്ന് വിളിക്കുന്നത്, ബ്രിഡ്ജിൻ്റെ ടോട്ടൽ സ്പാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം, അപ്പോൾ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ പിന്നെ പിയേഴ്സ് വേണം, പിന്നെ 2 അബട്ട്മെൻറ്റും വേണം. ഓക്കെ, അപ്പോൾ ഈ പിയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് അതിനാണ് ക്ലിയർ സ്പാൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനാണ് ക്ലിയർ സ്പാൻ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ക്ലിയർ സ്പാൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് പിയേഴ്സ് കുറയും. ഓക്കെ, നേരെ തിരിച്ച് നമ്പർ ഓഫ് പിയേഴ്സ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ സ്പാൻ്റെ എമൗണ്ടും ക്ലിയർ സ്പാൻ്റെ ലെങ്ത്തും എന്ത് ചെയ്യും, കുറയും. നേരെ ഒരു പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലിയർ സ്പാന് കൂടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് പിയേഴ്സിൻ്റെ എണ്ണം നമുക്ക് കുറക്കാം. ഓക്കെ, അപ്പം ക്ലിയർ സ്പാൻ്റെ ലെങ്ത്ത് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട സ്ട്രക്ചറൽ മെമ്പേഴ്സ്, അതായത് ബീം, അവിടുത്തെ ആ ഒരു സ്ലാബിൻ്റെ ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ബീം, സ്ലാബ്, അതിൻ്റെയൊക്കെ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് അൺഎക്കണോമിക്കൽ എന്നല്ല, കുറച്ച് ഹൈ കോസ്റ്റ്ലി ആവും. കാരണം ഈ ഒരു സ്പാൻ കൂടുന്നതനുസരിച്ച് പിന്നെ ബെൻഡിങ് ആക്ഷൻ കൂടുകയാണ് ചെയ്യുക. അവിടെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് സ്ലാബ് ബെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ല ഡയമീറ്റർ കൂടിയിട്ടുള്ള ബാർസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് അൺഎക്കണോമിക്കലാവും. പക്ഷേ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്പാൻ്റെ എമൗണ്ട് ഒന്ന് കുറക്കാം. അപ്പം ആ സ്പാൻ്റെ എമൗണ്ട് കുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് പിയേഴ്സിൻ്റെ എണ്ണം കൂട്ടണം. അപ്പോൾ നമ്പർ ഓഫ് പിയേഴ്സിൻ്റെ എണ്ണം കൂട്ടിയിട്ട് പിന്നെ സ്ലാബിൻ്റെ ക്ലിയർ സ്പാൻ കുറച്ചിട്ട് എപ്പോഴാണോ ഒരു എക്കണോമിക്കലായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് കിട്ടുന്നത്, ആ ഒരു സ്പാനിനാണ്, എത്ര സ്പാൻ ആകുമ്പോഴാണ് എക്കണോമിക് കൺസ്ട്രക്ഷൻ കിട്ടുന്നത്, ആ ഒരു സ്പാനിനാണ് എന്ത് വിളിക്കുന്നത്, എക്കണോമിക് സ്പാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് പറയുന്നത് വാട്ടർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോകുന്ന വെള്ളത്തിൻ്റെ ലെങ്ത്തിനാണ് എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പിന്നെ വാട്ടർ വേ എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ടോട്ടൽ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പുഴയത്തെ വെള്ളത്തിന് പോകാൻ വേണ്ടിയിട്ട് എത്രത്തോളം ലെങ്ത്ത് അല്ലെങ്കിൽ എത്രത്തോളം ഏരിയ ആവശ്യമുണ്ട്, ആ ഒരു ഏരിയനെയാണ് എന്ത് വിളിക്കുക, വാട്ടർ വേ എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ദ ഏരിയ ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ് അണ്ടർ എ ബ്രിഡ്ജ് ഈസ് നോൺ ആസ് വാട്ടർ വേ ഓഫ് ദ ബ്രിഡ്ജ് ഓർ ആർട്ടിഫിഷ്യൽ വാട്ടർ വേ. അപ്പം വാട്ടർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ ഒരു സ്ട്രീമിലെ, ഒരു പുഴയിലെ വെള്ളത്തിന് പോകാൻ വേണ്ട ഏരിയ ഓഫ് ലാൻഡിനെയാണ് എന്ത് വിളിക്കുക, നമ്മൾ വാട്ടർ വേ എന്ന് വിളിക്കുന്നത്. അതായത് അപ്പോൾ ആ ഏരിയ എന്ന് പറയുമ്പം ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് ഇൻറ്റു ബ്രിഡ്ജിൻ്റെ വിഡ്ത്ത്, അത്രയും ഈ ലെങ്ത്തിനാണ് എന്ത് വിളിക്കുക, അത്രയും ഏരിയനാണ് എന്ത് വിളിക്കുക, വാട്ടർ വേ എന്ന് വിളിക്കുക. അതായത് ബ്രിഡ്ജിൻ്റെ താഴെയുള്ള ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ബ്രിഡ്ജ്, ആ ഒരു ഏരിയനാണ് നമ്മൾ വാട്ടർ വേ എന്ന് വിളിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, വാട്ടർ വേ റിക്വയർഡ് ഈക്വൽ ടു മാക്സിമം ഡിസ്ചാർജ് ഡിവൈഡ് ബൈ പെർമിസിബിൾ വെലോസിറ്റി. അതായത് ഓരോ സോയിലിന് ഓരോ പെർമിസിബിൾ വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റിവറിൽ വരുന്ന വെള്ളത്തിൻ്റെ ഡിസ്ചാർജിന് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പം ഒരു m² അല്ലെങ്കിൽ cm², ഒരു ഏരിയ പറഞ്ഞൊരു യൂണിറ്റിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു വാല്യൂ കിട്ടും. ആ ഒരു വാല്യൂ ആണ് എന്ത്, വാട്ടർ വേ. ഓക്കെ, ഇനി ലീനിയർ വാട്ടർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രിഡ്ജിൻ്റെ എലോങ്ങായിട്ട് ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതാണ് എന്ത്
ലീനിയർ വാട്ടർ വേ. ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് വാട്ടർ വേ എലോങ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ ലെങ്ത്തിന് എലോങ് ആയിട്ടുള്ള ലീനിയർ മെഷർമെൻ്റ് ആണ് എന്ത്? ലീനിയർ വാട്ടർ വേ. ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് അഫ്ലക്സ്. അപ്പോൾ അഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫിഗറൊക്കെ വരച്ചിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അന്ന് ക്ലാസ്സിൽ. അതായത് നമ്മൾ പിന്നെ ഒരു റിവറിൽ പിന്നെ ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവറിൻ്റെ ഫ്ലോക്ക് ഒരു ഒബ്സ്ട്രക്ഷനാണ്, ഒരു തടസ്സമാണത്. നാച്ചുറലായിട്ട് ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന റിവറിൻ്റെ പിന്നെ റിവറിലൊരു തടസ്സം വരികയാണ് ഒരു ബ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ. ആ ബ്രിഡ്ജ് വെക്കുമ്പോൾ അപ്സ്ട്രീം സൈഡിൽ റിവറിൻ്റെ അപ്സ്ട്രീം സൈഡിൽ, അതായത് റിവർ വന്ന് ബ്രിഡ്ജിൽ സ്ട്രൈക്ക് ചെയ്യുന്ന ഭാഗം, അവിടെയാണ് അപ്സ്ട്രീം സൈഡ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ലെവൽ എന്ത് ചെയ്യും? ഒന്ന് റൈസ് ചെയ്യും വെൻ കമ്പയർഡ് ടു ഡൗൺ സ്ട്രീം സൈഡ്. ഡൗൺ സ്ട്രീം സൈഡ് പറയുമ്പോൾ വാട്ടർ ലീവ് ചെയ്ത് പോകുന്ന ഭാഗം. അപ്സ്ട്രീം സൈഡും ഡൗൺ സ്ട്രീം സൈഡും നോക്കുമ്പോൾ കുറച്ച് റൈസ് ചെയ്തിട്ടുണ്ടാവും എവിടെ? അപ്സ്ട്രീം സൈഡിൽ. ആ റൈസിങ് എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? അഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ദ സഡൻ റൈസ് ഓഫ് വാട്ടർ ലെവൽ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് എ ബ്രിഡ്ജ് ഡ്യൂ ടു ദ ഒബ്സ്ട്രക്ഷൻ കോസ്ഡ് ബൈ ദ ബ്രിഡ്ജ് ടു ദ ഫ്ലോ ഈസ് നോൺ ആസ് അഫ്ലക്സ്. ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് സൈറ്റ് സെലക്ഷൻ ഓഫ് എ ബ്രിഡ്ജ്. സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം പറയുന്നത് മിനിമം വിഡ്ത്താണ്. അപ്പം മിനിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ബ്രിഡ്ജ് സ്യൂട്ട് ചെയ്യേണ്ട സ്ഥലം, ആ സ്ഥലത്ത് റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം, വളരെ നാരോ ആയിരിക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൺസ്ട്രക്ഷൻ കോസ്റ്റ് ലാഭിക്കാൻ കഴിയുള്ളൂ. സെറ്റ് ഷുഡ് ബി സെലക്റ്റഡ് അറ്റ് ദ പ്ലേസ് വെയർ വിഡ്ത്ത് ഓഫ് റിവർ ഈസ് മിനിമം. വിഡ്ത്ത് ഓഫ് റിവർ മിനിമം ആവുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്തത് ഗുഡ് ഫൗണ്ടേഷൻ. അപ്പം ഗുഡ് ഫൗണ്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ളൊരു പോയിന്റിലായിരിക്കണം. അതായത് റിവറിന് കൊടുക്കേണ്ട ഫൗണ്ടേഷൻ, ആ ഒരു ഫൗണ്ടേഷൻ പിന്നെ നല്ല ഗുഡ് ഫൗണ്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ള സോയിലായിരിക്കണം, അല്ലെങ്കിൽ റിവർ ബെഡിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അങ്ങനത്തെ ഒരു പോയിന്റിലായിരിക്കണം നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്, ബ്രിഡ്ജിൻ്റെ സൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത പറയുന്നത് സ്ട്രൈറ്റ് റീച്ച്. സ്ട്രൈറ്റ് റീച്ച് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിലോട്ട് അപ്രോച്ച് ചെയ്യുന്ന റോഡ് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അതായത് അവിടുത്തെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. അപ്പം അതാണ് സ്ട്രൈറ്റ് റീച്ച് പറയുന്നത്. പിന്നെ അടുത്തത് കോൺഫ്ലുവൻസ് ഓഫ് ട്രിബ്യൂട്ടറീസ്. പിന്നെ നമ്മൾ ബ്രിഡ്ജ് ലൊക്കേറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഒരിക്കലും എന്തുണ്ടാകാൻ പാടില്ല? ചുഴി ഉണ്ടാകാൻ പാടില്ല. ചുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ മൂവ്മെൻറ്റിൽ വാട്ടർ ഇങ്ങനെ ഒരു ഹോള് പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന, റൊട്ടേറ്റ് ചെയ്യുന്നൊരു പ്രതിഭാസമുണ്ട്. ആ ഒരു പ്രതിഭാസത്തിനാണ് ചുഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത്. ട്രിബ്യൂട്ടറി പറഞ്ഞാൽ പിന്നെ എന്താണ്, ഒന്നിലധികം റിവർ തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിൻ്റാണ് ട്രിബ്യൂട്ടറി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ. ഒന്നിലധികം റിവർ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന പോയിൻ്റ്, ആ ഒരു പോയിന്റിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ബ്രിഡ്ജിൻ്റെ സൈറ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഒരുപാട് ഡെപ്പോസിറ്റുകളുണ്ടാവും. ഈ രണ്ട് റിവറിൽ നിന്ന് വരുന്ന സോയിലിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഈ ഡെപ്പോസിറ്റ് എല്ലാം കൂടെ ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഭാഗത്ത് വന്ന് ഡെപ്പോസിറ്റ് ആയി നിന്ന് കഴിഞ്ഞാൽ റിവറിൻ്റെ ഫ്ലോക്ക് അത് ഒബ്സ്ട്രക്ഷൻ ആവും. ഓക്കെ. പിന്നെ അടുത്ത പറയുന്നത് വെലോസിറ്റി ഓഫ് വാട്ടർ. അപ്പം വെലോസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ലെവലിലായിരിക്കണം. വളരെ കുറവാകാനും പാടില്ല, വളരെ കൂടുതലാകാനും പാടില്ല. വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സിൽട്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. ഇനി വെലോസിറ്റി ഓഫ് വാട്ടർ കൂടിക്കഴിഞ്ഞാൽ അവിടെ സ്കോറിങ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. സിൽട്ടിങ് എന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളത്തിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽ ചെയ്യുക. സ്കോറിങ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സോയിലും പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. അതിനാണ് എന്ത് ചെയ്യുന്നത്? സ്കോറിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും നടക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വെലോസിറ്റിയിലായിരിക്കണം വെള്ളം ഒഴുകേണ്ടത്. അപ്പോൾ അതാണ് വെലോസിറ്റി ഓഫ് വാട്ടർ എന്തായിരിക്കണം? പ്രോപ്പറായിരിക്കണം. പിന്നെ അടുത്ത പറയുന്നത് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ.
നല്ല ഗുഡ് ലേബേഴ്സും പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് കൾവേർഡ്സ് ആണ്. അപ്പോൾ കൾവേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ള പോലെ തന്നെ അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് ബ്രിഡ്ജ് പോലെ തന്നെയാണ്. ഒരു സ്മാൾ ബ്രിഡ്ജാണ് എന്ത് ആക്ച്വലി കൾവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള സ്പാന്, ഈ ഒബ്സ്ട്രക്ഷൻ്റെ ഇടയിലുള്ള സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് വെൻ കമ്പയർസ് ടു ബ്രിഡ്ജ്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്മാൾ ബ്രിഡ്ജ് ടു ക്യാരി എ റോഡ് വേ ഓർ റെയിൽവേ ട്രാക്ക് ഓർ സ്മാൾ സ്ട്രീംസ് ഓർ കനാൽസ്. എന്തെങ്കിലും കനാലോ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കോ അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെറിയ സ്ട്രീമോ എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ ക്രോസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൾവേർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്പ് പറയുന്നുണ്ട്: ആർച്ച് കൾവേർട്ട്, സ്ലാബ് കൾവേർട്ട്, പൈപ്പ് കൾവേർട്ട്, ബോക്സ് കൾവേർട്ട്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രിഡ്ജസ് ആൻഡ് കൾവേർട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബ്രിഡ്ജിൻ്റെയും കൾവേർട്ടിൻ്റെയും പിന്നെ ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പം ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത് പറയുന്നത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ബ്രിഡ്ജ് കൾവേർട്ടിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ആർച്ച് കൾവേർട്ട് ഉണ്ട്, സ്ലാബ് കൾവേർട്ട് ഉണ്ട്, പൈപ്പ് കൾവേർട്ട് ഉണ്ട്, ബോക്സ് കൾവേർട്ട് ഉണ്ട്. അപ്പം ആർച്ച് കൾവേർട്ട് പറയുന്നത് ഇത് ഈ കാണുന്നതാണ് ആർച്ച് കൾവേർട്ട്, ഇതാണ് സ്ലാബ് കൾവേർട്ട്, പൈപ്പ് കൾവേർട്ട്, ബോക്സ് കൾവേർട്ട്. ഓക്കെ.